വിശ്രമമില്ലാത്ത അന്തേവാസികളായ തേനീച്ചകളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ? വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവിവർഗമാണ് തേനീച്ചകൾ. പ്യൂപ്പാഘട്ടത്തിൽ നിന്ന് പറവയായി പുറത്തിറങ്ങുന്നത് മുതൽ തേനീച്ചയുടെ ജോലികൾ തുടങ്ങുകയായി. കൂട് വൃത്തിയാക്കുന്നത് മുതൽ ആരംഭിക്കുന്ന ജീവിതം പിന്നീട് തേൻ സംരംഭകരായും കോളനിയുടെ കാവൽക്കാരായും മാറുന്നു. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത ജോലികളാണ് തേനീച്ചകൾക്കുള്ളത്. എപ്പീസ് വർഗത്തിൽപ്പെട്ട 4 ഇനം തേനീച്ചകളാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. എപ്പീസ് ഡോർസേറ്റ. തേനീച്ച വർഗത്തിലെ ഏറ്റവും വലിപ്പമേറിയ ഇനമാണ് ഇവ. വൻമരങ്ങളുടെ ഉയരങ്ങളിലും പാറയിടുക്കുകളിലും ഒരു അട മാത്രം ഉപയോഗിച്ച് തേൻ ശേഖരണം നടത്തുന്നു. തുറസായ സ്ഥലങ്ങളിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇക്കൂട്ടർ കാലാവസ്ഥയനുസരിച്ച് വാസസ്ഥലം തിരഞ്ഞെടുക്കുന്നതിനാൽ സ്ഥിര സങ്കേതമില്ല. അതുകൊണ്ട് തന്നെ ഇവയെ പെട്ടികളിൽ വളർത്താൻ കഴിയില്ല. വർഷം 40 മുതൽ 150 കിലോ വരെ തേൻ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. പെരുന്തേനീച്ച എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഇവരുടെ ആക്രമണത്തിൽ മരണം വരെ സംഭവിക്കാം. 2. എപ്പീസ് ഫ്ലോറിയ. ചെറിയ ഇനമായ ഇവ കോൽ തേനീച്ച എന്നറിയപ്പെടുന്നു. ഒരു തേനട മാത്രമുള്ള ഇക്കൂട്ടർ വളരെ ചെറിയ സംഘമായിട്ടാണ് താമസിക്കുന്നത്. മരങ്ങളുടെ ചെറു ശിഖരങ്ങളിലാണ് വാസസ്ഥലം ഒരുക്കുക. പെരുന്തേനീച്ചകളെ പോലെ സ്ഥിരമായി വസിക്കാൻ ഇഷ്ടപ്പെടാത്തതിനാൽ പെട്ടികളിൽ വളർത്താൻ കഴിയില്ല. പരമാവധി 1/2 കിലോഗ്രാമാണ് ഒരു വർഷം ലഭിക്കുക. 3. എപ്പീസ് സെറാന ഇൻഡിക്ക. മുട്ടകളും ലാർവകളും തേനും ഉൾപ്പെട്ട ഒന്നിലധികം തേനടകൾ ഞൊടിയൻ എന്ന് വിളിക്കുന്ന ഇക്കൂട്ടർക്കുണ്ട്. സ്ഥിര സ്ഥലത്ത് വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇനമായതിനാൽ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താം. ശരാശരി 50 കിലോഗ്രാം തേൻ ഒരു വർഷം ഒരു പെട്ടിയിൽ നിന്ന് ലഭിക്കും. 4. എപ്പീസ് മെല്ലിഫെറ. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ഇനമാണ് ഇവ. തേനടകൾ ഒന്നിൽ കൂടുതലുണ്ട്. സ്ഥിര സ്ഥലത്ത് വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇനമായതിനാൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഇവയെ വളർത്താം. ശരാശരി 40 കിലോഗ്രാം തേൻ ഒരു വർഷം ഒരു പെട്ടിയിൽ നിന്ന് ലഭിക്കും. ഈ 4 ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെ കൂടാതെ ഔഷധ ഗുണമുള്ള തേൻ ഉൽപ്പാദിപ്പിക്കുന്ന തേനീച്ചകളാണ് ചെറുതേനീച്ചകൾ. എപ്പീസ് വിഭാഗത്തിൽപ്പെട്ട ഈച്ചകൾക്ക് ആക്രമിക്കാൻ ചെറിയ വിഷാംശമുള്ള കൊമ്പുള്ളപ്പോൾ ഇവയ്ക്ക് അതില്ല. ഒരു റാണിയും 10,000-കണക്കിന് വേലക്കാരി ഈച്ചകളും ചുരുക്കം മടിയനീച്ചകളും ഉൾപ്പെട്ടതാണ് ഒരു തേനീച്ച കോളനി. സാധാരണഗതിയിൽ ഒരു റാണി ഈച്ച ഉള്ളതാണ് ആരോഗ്യമുള്ള തേനീച്ച കോളനിയുടെ ലക്ഷണം. കോളനിയിലുള്ള എല്ലാ ഈച്ചകളും റാണിയുടെ മക്കളാണ്. കാലാവസ്ഥയും ഭക്ഷണവും അനുകൂലമാണെങ്കിൽ റാണി ഈച്ച ഒരു ദിവസം ഏകദേശം 800 മുതൽ 1500 മുട്ടകൾ വരെ ഇടുമെന്ന് പറയപ്പെടുന്നു. ഇണചേരലിനൊടുവിൽ പരലോകത്തേക്ക് പോകുന്നവയാണ് ആൺ തേനീച്ചകൾ. ജീവിതത്തിൽ 2 തവണ മാത്രം വെളിയിലിറങ്ങുന്നവയാണ് റാണി ഈച്ചകൾ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോകൾ കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.